വിവാദങ്ങൾക്കിടെ കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ യോഗം ഇന്ന് ചേരും. KP ഗണേഷ് കുമാറിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട യോഗത്തിൽ പ്രമേയം പാസാക്കാനാണ് നീക്കം. എന്ത് സംഭവിച്ചാലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന നിലപാടിലാണ് KP ഗണേഷ് കുമാർ. TV പ്രസാദിന്റെ വിവരങ്ങൾ നൽകാൻ. പ്രസാദ്, ഈ പറഞ്ഞ പോലെ തന്നെ നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗണേഷ് കുമാർ. വിവാദം ഇങ്ങനെ തുടരുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ്. അതിൽ ഗണേഷ് കുമാറിനെ പുറത്താക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രുതി, റോഷ്നി, സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിലാണ് NSSൽ വലിയ തർക്കം നടക്കുന്നത്. ആ തർക്കം പൊതുമധ്യത്തിലേക്ക് വന്നു എന്നതാണ്. സമീപകാലത്തൊന്നും G. സുകുമാരൻ നായർ ഇത്ര കനത്ത ഒരു വിമർശനങ്ങൾ എവിടെ നിന്നും ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര കാലവും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഗണേഷ് കുമാർ എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിമർശനങ്ങളുടെ ആഘാതം കൂടുകയാണ്. വലിയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അതുമാത്രവുമല്ല, ഗണേഷ് കുമാറിനെതിരായ നിലപാട് NSS മറുഭാഗത്ത് കടുപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ പോര് കൂടുകയാണ്. ഇനിയിപ്പോൾ യോഗം വിളിച്ച് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ആലോചന. അതോടൊപ്പം തന്നെ പത്തനാപുരം NSS യൂണിയനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിറളി പൂണ്ടുകൊണ്ടാണ് KP ഗണേഷ് കുമാർ ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തുന്നത്. ഗണേഷ് കുമാറിന്റെ അച്ഛനോട് പോലും എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഈ സമൂഹത്തിന് അറിയാം എന്ന നിലയിലൊക്കെ ആയിരുന്നു പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രതികരണം. അതേസമയം തന്നെ സുകുമാരൻ നായർക്കെതിരെയും അതുപോലെ കൊച്ചുമക്കൾക്കെതിരെയും മകൾക്കെതിരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരാനുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് KP ഗണേഷ് കുമാർ ഉറച്ചു നിൽക്കുന്നത്. വളരെ മോശമായി അവിടെ എത്തുന്ന ആളുകളോട് പെരുമാറുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം തന്നെ ധനലക്ഷ്മി ബാങ്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, കൊച്ചുമക്കളുടെ നിയമനവുമായി ബന്ധപ്പെട്ടത്, മകളുടേതുമായി ബന്ധപ്പെട്ട ചില നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഒരുപാട് കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട് എന്നാണ് KP ഗണേഷ് കുമാർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ്. ഇത് എവിടെ ചെന്നെത്തും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. റോഷ്നി, ശ്രുതി. ശരിയാണ്, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.